വാർത്തയിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു. കിളിമാനൂർ പോലീസാണ് നെടുമങ്ങാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സുലേഖ, ആദ്യ കുറ്റപത്രത്തിന് പിന്നാലെയുള്ള രണ്ടാമത്തെ കുറ്റപത്രം ലത്തീഫ് എന്ന് പറയുന്ന അഫാന്റെ വലിയച്ഛൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സുലേഖ. സിജു, തീർച്ചയായും ലത്തീഫിനെയും അതിനൊപ്പം തന്നെ ലത്തീഫിന്റെ ഭാര്യയും അഫാൻ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ ഇത്തരത്തിൽ 110 സാക്ഷികളും ഒപ്പം 543 പേജുകളുമാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. ലത്തീഫ് എന്ന് പറയുന്നത് അഫാന്റെ പിതാവിന്റെ സഹോദരനാണ്. ഈ പിതൃസഹോദരന്റെ ഭാര്യയും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു അഫാൻ. ഈ സംഭവം നടന്ന 2 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കുറ്റപത്രം പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് പണം നൽകാത്തതിനെ തുടർന്നുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണമെന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്ന ഒരു കാര്യം. ഇത് നേരത്തെ തന്നെ ഈ സംഭവം നടന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ പോലീസ് ഈ നിഗമനത്തിൽ എത്തിയിരുന്നു. കാരണം ഈ പണം ചോദിച്ചിരുന്നു, ലത്തീഫിനോട് അഫാൻ പണം ചോദിച്ചിരുന്നു. അത് നൽകാത്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിലാണ് അഫാൻ ലത്തീഫിനെ കൊലപ്പെടുത്തുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ, ഈ സംഭവത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിൽ നിഗമനം എത്തിയിരുന്നു. ആദ്യം നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ സൽമാ ബീവിയുടെ കൊലപാതകത്തിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ലത്തീഫിനെയും അതിനൊപ്പം തന്നെ ലത്തീഫിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയതിലുള്ള കുറ്റപത്രം പോലീസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. സിജു, സുലേഖ, ഇനി അനുജനെ കൊലപ്പെടുത്തിയത്, മാതാവിനെ ആക്രമിച്ച അടക്കമുള്ള ആ സംഭവങ്ങളിൽ വേറെ കുറ്റപത്രം വരാനുണ്ട് ഇനി, അങ്ങനെയാണോ? തീർച്ചയായിട്ടും സിജു, ഈ അഫാന്റെ സഹോദരൻ ഒപ്പം ഈ അഫാന്റെ പെൺസുഹൃത്ത് ഇവരെ കൊലപ്പെടുത്തിയതിനുള്ള കുറ്റപത്രം, ഒപ്പം അമ്മയെ ആക്രമിച്ചതിനുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം, ഇതൊക്കെ തന്നെയും കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് അന്വേഷിക്കുന്നത് വെഞ്ഞാറമൂട് പോലീസാണ്. നിലവിൽ ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് നെടുമങ്ങാട് മജിസ്ട്രേറ്റിന് മുന്നിലാണ്. ഈ സംഭവം അന്വേഷിക്കുന്നത് കിളിമാനൂർ പോലീസാണ്. ലത്തീഫിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ സംഭവം അന്വേഷിക്കുന്നത് കിളിമാനൂർ പോലീസാണ്. ഈ കിളിമാനൂർ പോലീസാണ് ഇപ്പോൾ നെടുമങ്ങാട് മജിസ്ട്രേറ്റിന് മുന്നിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ 110 സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 543 പേജുകളാണ് ഈ കുറ്റപത്രത്തിലുള്ളത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന 2 മാസത്തിന് ശേഷമാണ് ഈ ദ്രുതഗതിയിലുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ ഒടുവിലാണ് ഇപ്പോൾ കുറ്റപത്രം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 കൊലപാതകങ്ങൾ, അഫാന്റെ സഹോദരന്റെയും അഫാന്റെ പെൺസുഹൃത്തിന്റെയും കൊലപാതകങ്ങളുടെ കുറ്റപത്രം കൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. സിജു, ഒപ്പം സുലേഖ, അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണോ? എന്താണ് അഫാന്റെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? സിജു, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അഫാൻ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അഫാൻ ജയിലിനകത്ത് തൂങ്ങി മരിക്കാനുള്ളൊരു ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും അഫാൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. സിജു, ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം പോലീസ് നെടുമങ്ങാട് കോടതിയിൽ സമർപ്പിച്ചു.